ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 2 ഐറ്റംസ് മാത്രം മതി. നമുക്ക് കട്ട് ബീഡ്സും സീക്വൻസും പിന്നെ ഓപ്ഷനിലാണ് ഈ ഒരു ഷുഗർ ബീഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പാറ്റേൺ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ അവിടുന്ന് താഴേക്ക് കണ്ടോ സെൻറ്ററിലൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഒരു വി ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ട് അവിടുന്ന് കണക്റ്റിങ് താഴേക്ക് ഒരു ലൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട്ലി ബട്ടൺസൊക്കെ പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വി ഷേപ്പിൻ്റെ ആ ഒരു മുകളിൽ നിന്ന് വരുന്നിട്ടുള്ള വി ഷേപ്പ് കണ്ടില്ലേ, അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു 2 ഇഞ്ച് റൈറ്റിലേക്ക് ഒരു 2 ഇഞ്ച് ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം ഒന്ന് പോയിൻ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. ടോട്ടൽ 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 11 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് ആദ്യമേ വെച്ചേക്കണം. എന്നിട്ട് നമ്മുടെ ആ ലെഫ്റ്റിലേക്ക് ഞാൻ പറഞ്ഞില്ല ഈ ഒരു ലെഫ്റ്റിലേക്ക് 2 ഇഞ്ച് അവിടുന്ന് കണക്ട് ചെയ്ത് നമ്മൾ ഒരു വി ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ് പോയിട്ട്ലി ബട്ടൺസ് ചെയ്യാനായിട്ട്. അപ്പം ആദ്യം നമ്മൾ 2 ഇഞ്ച് ലെഫ്റ്റും റൈറ്റും ചെയ്തിട്ട് വി ഷേപ്പിലാക്കിയിട്ട് താഴേക്ക് ലൈൻ വരച്ചു. ഇനി ആ സെൻറ്റർ ഭാഗം ആ പോയിട്ട്ലി ബട്ടൺസിൻ്റെ ഒക്കെ ഒരു സെൻറ്റർ ഭാഗം കണ്ടെത്തിയിട്ട് 3 to 4 ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒന്ന് വരച്ച് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ കണക്ട് ചെയ്ത് വരച്ചാൽ മതി. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാനായിട്ട് പ്രയാസം ഉണ്ടാവത്തില്ല. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ലെങ്ത് 11 ആണ് യോക്കിൻ്റെത്. അപ്പോൾ അത് മറക്കാതിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മെറ്റീരിയലിലേക്ക് വന്ന് ജസ്റ്റ് പോയിൻ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സെൻറ്റർ പോർഷൻ കണ്ടില്ലേ, സെൻറ്റർ പോർഷൻ ഞാനിവിടെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് തെളിയിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിരിക്കുകയാണ്. കട്ട് ചെയ്തിട്ട് പിന്നെ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നതാണ് ഈ ഒരു ഡിസൈന്. അതുകൊണ്ടാണ് ആ പോയിട്ട്ലി ബട്ടൺസൊക്കെ അവിടെ ഫിക്സിങ് ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്കിനിയിപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ആ ഒരു ബോർഡർ ലൈൻ മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് മെറ്റീരിയലിലേക്ക് നേരത്തെ വരച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കണില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു ബോർഡർ ലൈൻ മാത്രമേ വരച്ചിട്ടുള്ളൂ. നമ്മുടെ ആ ഒരു യോക്കിൻ്റെ ആ ഒരു ഡിസൈൻ്റെ ബോർഡർ ലൈൻ മാത്രമേ ഞാനിവിടെ വരച്ചിട്ടുള്ളൂ. ആ ലൈനിൽ ഞാനിതുപോലെ കട്ട് ബീഡ്സ് വർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ മെറ്റീരിയൽ വരച്ചിട്ട് ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല നമുക്ക് ആദ്യം ഇങ്ങനെ ചെയ്താൽ മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരച്ചിട്ട് ചെയ്യണ തന്നെ കേട്ടോ നല്ലത്. നമ്മൾ ഫ്രെയിമിൽ വെച്ച് വരയ്ക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഫ്രെയിമിൽ വെച്ച് വരയ്ക്കാൻ തുണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫ്രെയിമിൽ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തുണിയിലൊരു വ്യത്യാസം ഉണ്ടാവും. അതിലും നല്ലത് നമ്മൾ ആദ്യമേ വരച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇച്ചിരി ചരിഞ്ഞു പോയാലും നമുക്ക് അതേ ഡിസൈനിൽ തന്നെ നമുക്ക് വരച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത്രയും ഒരളവിൽ ഒരു 4 ഇഞ്ച് പോലും ഇല്ല, ഇത്രയും ഒരളവിൽ ഞാൻ ജസ്റ്റ് ഒരു ലൈനും കൂടെ വരച്ചിട്ട് കട്ട് ബീഡ്സ് വീണ്ടും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? നമ്മൾ ആദ്യത്തെ ബോർഡർ ലൈനിൽ കട്ട് ബീഡ്സ് ചെയ്തു. അതിനുശേഷം താഴേക്ക് ഒരു 4 ഇഞ്ച് പോലും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതേ അളവിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വീണ്ടും കട്ട് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മളിതാ ഈ സീക്വൻസ് ഇങ്ങനെ ഒരെണ്ണിൻ്റെ മുകളിൽ അടുത്തത് എന്നുള്ള രീതിയിലാണ്. അതപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരെണ്ണം ഫിക്സ് ചെയ്തു, ബാക്കിലേക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുവാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്തു, കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുത്തു, നമ്മൾ ബാക്കിലേക്ക് വീണ്ടും കുത്തി. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബാക്കിലേക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ നല്ല അടുക്കോടുകൂടിയ സീക്വൻസ് വർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തു പോയാൽ മതി. ഇതാവുമ്പോൾ നമുക്ക് എന്താണെന്നറിയോ, നമ്മുടെ ഈ ഒരു സീക്വൻസും പോവില്ല, നമ്മുടെ ഈ ഒരു ബീഡ്സും പോകത്തില്ല. നമുക്ക് വാഷ് ചെയ്താലും നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അരി എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ലോക്കിട്ടാണ് നമ്മൾ ഇതിലും പോകുന്നത്, ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പോവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ അതിനകത്തെല്ലാം ആ സീക്വൻസ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വർക്ക്. ആദ്യം നമ്മൾ ലൈനിൽ ബീഡ് വർക്ക് ചെയ്തു, അതിനുശേഷം സീക്വൻസ്, അതിന് തൊട്ട് താഴെ നമ്മളൊരു ലൈനും കൂടെ വരച്ചിട്ട് കട്ട് ബീഡ്സ് ചെയ്തു, പിന്നെ നടുക്കായിട്ടാണ് നമ്മൾ സീക്വൻസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
ഇനി അതിൻ്റെ തൊട്ട് താഴെ ഇതാ കണ്ടോ, ഇതുപോലെ വി ഷേപ്പിൽ കുറച്ച് ജസ്റ്റ് മാർക്കിങ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ബീഡ് മാത്രം എടുക്കുക നിങ്ങൾ. 2 ബീഡ്സ് മാത്രം എടുത്തിട്ട് ചരിച്ച് നമുക്ക് ആ ഒരു വി ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ 2 സൈഡിലും 2 ബീഡ്സ് വെച്ചിട്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും മതി. നോക്കുക, എത്ര സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അല്ലേ നമ്മൾ ചെയ്തത്. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ പാർട്ടി വെയർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ 2 ബീഡ്സ് 2 അപ്പോൾ ഒരേ അളവിൽ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടോ, ഞാൻ അതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ബീഡ്സ് ലൈൻ ചെയ്തു, സെൻറ്ററിൽ നമ്മൾ സീക്വൻസ് ചെയ്തു, വീണ്ടും ലൈൻ ബീഡ്സ് ചെയ്തു, പിന്നെ നമ്മളിത് ആ ഒരു വി ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഞാൻ ആ ഒരു കട്ട് ബീഡ്സ് തന്നെ സെൻറ്ററിൽ അങ്ങ് പിടിപ്പിക്കുക കേട്ടോ. ഞാൻ ഷുഗർ ബീഡ് ചെയ്തില്ല, ഞാൻ അതിന് പകരം കട്ട് ബീഡ്സ് തന്നെ അന്ന് ചെയ്ത് കൊടുത്തു. പിക്ചറിൽ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വർക്ക്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടോ, ഈ ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീക്വൻസിൽ മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. സീക്വൻസ് കുറച്ചും കൂടെ വലുപ്പമുള്ളതാണ് അതിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു അളവായിരുന്നു ഉള്ളത്, അത് കാരണം ഞാനിതെടുത്തു. അപ്പോൾ ദാ ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു അടിപൊളി ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.